രക്ഷാപ്രവർത്തകൻ അലി ഇപ്പോൾ ചർച്ചയിൽ ചേരുകയാണ്. ടി സിദ്ദിഖ് എംഎൽഎയുടെ സാരഥിയാണ് അദ്ദേഹം. 3 പേരുടെ ജീവനാണ് രക്ഷിച്ചത്. അലി ഇപ്പോൾ 5-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. ദുരന്തം കഴിഞ്ഞ് ഈ 5-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? രക്ഷാപ്രവർത്തനത്തിന് ടി സിദ്ദിഖും അവിടെ സജീവമായി തന്നെ ഓടി നടക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനാകുന്ന അലി? ഞങ്ങൾക്ക് ഏതാണ്ട് 2 മണിയോട് കൂടിയിട്ടാണ് ഈ കോള് വരുന്നത്. രാത്രി MLA ഓഫീസിൽ നിന്ന് സാലി കൽപ്പറ്റ, അത് CRPA സാലി കൽപ്പറ്റ 2 മണിയോടുകൂടി വിളിക്കുക. ഒരു അപകടം, ദുരന്തം നടന്നിട്ടുണ്ട്, കൃത്യമായ വിവരമൊന്നുമില്ല, വൻ ദുരന്തമാണ് വരുന്നത്, ഒരു സ്ത്രീയാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പാട് തന്നെ എണീച്ച് ഞാൻ സാറേയും വിളിച്ചു. ഞങ്ങൾ സാറോട് പറഞ്ഞു. സാർ അന്നേരം തന്നെ കലക്ടറെ വിളിച്ചു, SP നെ വിളിച്ചു, മുഖ്യമന്ത്രിയെ വിളിച്ചു, മന്ത്രി കേളു സാറെ വിളിച്ചു, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എല്ലാവരെയും വിളിച്ച് സെറ്റാക്കി ഞങ്ങൾ പോകുമ്പോഴത്തേനും ഏതാണ്ട് 3 മണിയോടുകൂടി ഞങ്ങൾ സംഭവ സ്ഥലത്തെത്തി. നോക്കുമ്പോൾ ഭയങ്കരമായൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. പോകുന്ന തന്നെ മണ്ണും ചളിയും. അപ്പോഴേക്കും 2 JCB വന്നു. അവിടുത്തെ കുറച്ച് നാട്ടുകാർ സ്തംഭിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അത് ചളി കുളിച്ചിട്ട് ഇതിൽ രക്ഷപ്പെട്ട് വന്ന ആളുകളാണ്. അപ്പോഴേക്കും ഫയർഫോഴ്സും പോലീസൊക്കെ ഞങ്ങളൊരു യൂണിറ്റ് വണ്ടികളൊക്കെ മുന്നിലെത്തിയിട്ടുണ്ട്. അന്നേരമാണ് ഒരു നാട്ടുകാരൻ പറഞ്ഞ എന്നോട്, എൻ്റെ അച്ഛനും അമ്മയുണ്ട് ആ വീട്ടിലാണ്, എൻ്റെ ബൈയിലെ വീട്ടിലാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് വഴി അറിയാൻ പോകാൻ ഞാൻ എടുത്ത് ചാടി. ഞാൻ ചളിയിൽ കൂടി നീന്തി പോയി. ഒരു ടോർച്ച് കിട്ടി. ഇയാളെ ടോർച്ച് വെളിച്ചം കുറവായിരുന്നു. അതിന് ഫയർഫോഴ്സിൻ്റെ ടോർച്ച് കിട്ടി. ഞാനത് പോയി നോക്കുമ്പോൾ അച്ഛ അമ്മ എന്ന് വിളിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, വീട് തന്നെ പോയിട്ടുണ്ട്. തിരിച്ച് അവരെയും കൊണ്ട് ഞാനും അവരും കൂടി എങ്ങനെയോ ചളിയിൽ കൂടി വീണ്ടും കരക്കെത്തിയ പാടാണ്. അപ്പോൾ അവിടുന്ന് ഒരു കുട്ടീനെ കിട്ടി. കൈങ്ങിന്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിനടുത്ത് ഇത് ഈ ടൗണിൽ ചെറിയ ഈ ചൂരൽമല ടൗണിന്റെ ബാക്ക് ഭാഗം, അടുത്ത ഭാഗത്ത്, അവിടുന്ന് അതിനടുത്ത് കരക്ക് വിട്ടപ്പോൾ അത് പിന്നെ ഈ സ്കൂൾ റോഡിൽ നിന്ന് എല്ലാവരും കൂടി വീണ്ടും പൊട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളും തിരിഞ്ഞ് ഓടാൻ നിന്ന് കുറച്ച് മുന്നോട്ട് നിന്നപ്പോൾ യാതൊന്നും ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ലാതെ വീണ്ടും തിരിച്ചു പോയി. അപ്പോഴേക്ക് ആംബുലൻസുകളൊക്കെ വന്ന്, അപ്പോൾ ഈ സ്കൂളിൻ്റെ അടുത്ത് എത്തിയപാട് തന്നെ ഞങ്ങൾക്ക് ബോഡികൾ കിട്ടാൻ തുടങ്ങി. ബോഡികൾ പരിക്കുള്ളവരെയും കിട്ടി. അവരാദ്യം പരിക്കുള്ള 2 ആളെ കിട്ടിയപ്പോൾ അവരെ ആൾ വേഗം ആംബുലൻസ് കയറ്റി വിട്ട്, പിന്നെ സ്കൂളിൻ്റെ മതിലിനോട് കൂടി ഞങ്ങൾക്ക് ഓരോന്ന് കിട്ടാൻ തുടങ്ങി. അത് ഞാനെല്ലാം ഇട്ടവും എൻ്റെ ഫോണൊന്നുമില്ല, എല്ലാം വണ്ടിയിലിട്ട് അതേപോലെ പാഞ്ഞു പോയതാണ്. അങ്ങനെ ഈ കാഴ്ച കണ്ടത് അമ്പരന്ന് നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് പല ആളും എന്നെ തടഞ്ഞു, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. ഞാനതൊന്നും വകവെക്കാതെ അവിടെ നീങ്ങി. അങ്ങനെ നീങ്ങി അപ്പോഴേക്ക് ഏതാണ്ട് ഓരോന്നിരുന്ന് എടുക്കുമ്പോൾ നേരം വെളുത്തു. ഒരു 5-6 മണിയോടെ അടുത്തപ്പാണ് ഒരു തുരുത്ത്, ഈ മരങ്ങളെ ഇതിൽ കൂടി ആൾ ചാടിക്കടന്ന് തുരുത്ത് എത്തി. ആ തുരുത്തിൻ്റെ മേലെ നിൽക്കുന്ന ഒരു 3 വീടിൽ സേഫ്റ്റി ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ കുടുംബങ്ങൾ, അവരോട് ഞങ്ങൾ പറഞ്ഞു അവിടെ നിന്നോ. അപ്പോഴേക്ക് കയറും കമ്പിയൊക്കെ ആയിട്ട് ജനങ്ങളൊക്കെ നല്ല രീതിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അവരോട് ഞങ്ങൾ ഈ ഒരു വഴിയൊന്നുമില്ല, ആ വഴിയില്ലാത്ത അതിലേക്ക് ഞങ്ങൾ ചാടി കയറിയിട്ട് അപ്പുറം പോയിട്ട് എങ്ങനെയോ ഞങ്ങൾ അപ്പോഴേക്ക് ആളുകളൊക്കെ വന്ന് കമ്പിയും കാറും എല്ലാ ആയുധങ്ങളായിട്ട് സ്ഥലത്തെത്തി, ജനങ്ങളെത്തി, ഫയർഫോഴ്സ് എത്തി, മിലിറ്ററി NDFR ടീമുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവരെ ഞങ്ങൾ ആദ്യം കടത്തി ഇക്കര. അവരെ കടത്തി അവിടുന്ന് കുറേ ബോഡികൾ ഞങ്ങൾ കുറച്ച് കുട്ടീൻ്റെതും അല്ലാത്ത കുറേ ആളുകളൊക്കെ ബോഡികളൊക്കെ എടുത്തതിന് ശേഷമാണ് റിപ്പോർട്ടർ ചാനൽ ദീപക് എന്നെ കാണുന്നത്. എന്നോട് ചോദിച്ചു, എങ്ങനെ കോലത്തെ എന്തായി എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കാണുന്നില്ല പറഞ്ഞിട്ട് തെരിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. സാർ തെരിയുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളൊന്നും പറയുമ്പോൾ വിളിച്ച് പറയും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടുന്ന് ദീപക് സാർ വിളിച്ചു, അലി സാലിനെ വിളിച്ച് പറയും അലി ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ചൂടായി എന്നോട്. അവർ വിചാരിച്ചു ഞാൻ 2ാമത്തെ പൊട്ടലെങ്ങാൻ ഞാൻ പോയി എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായി. അപ്പോൾ ദീപക് സാറിനോട് അലി ഇങ്ങനെ പിന്നെ ഇവിടെ മേലെ ഒരു 120 ആളെങ്ങനെ കുടുങ്ങിയിട്ട് പറഞ്ഞ ഒരു റിസോർട്ട് കുടുങ്ങിയിട്ടുണ്ട്, പോകാൻ യാതൊരു മാർഗവുമില്ല, അവിടെയും ഇതാണ്. ഞാൻ പറഞ്ഞു നമുക്ക് പോകാം, നിങ്ങൾ തയ്യാറാണോ? ദീപക് പറഞ്ഞു ഞാൻ തയ്യാറാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ആളുകളെ എവിടെല്ലോ നാട്ടുകാരാണ്, ഞാൻ അവരോട് നിങ്ങൾ പോരുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടി ഞങ്ങൾ മൂവായി. ഈ പുഴകൾ ഇവർക്ക് ക്യാമറയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് സ്പീഡ് കുറവായിരുന്നു. ഞങ്ങൾ ഈ പാറകളും മണ്ണ് ചവിട്ടി എങ്ങനെയല്ലോ ഈ 2 കാലും ഡാമേജാണ്, നടക്കാനും ഇരിക്കാനും ഒന്നും വളരെ ബുദ്ധിമുട്ടിയില്ല അപ്പോൾ നടക്കുന്നത്. എന്നാലും സഹിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവർ ചോദിച്ചു എന്നോട്, നമ്മൾ എങ്ങനെ ചെയ്യുന്നു വെച്ചു. നമ്മൾ പോകാം. അങ്ങനെ ഈ റിസോർട്ടിലേക്ക് പോകുന്ന പോക്കിലാണ് ഈ ചളിയിൽ പൂണ്ടിട്ട് ഒരാൾ കൈ ഇങ്ങനെ പൊന്തിക്കുന്ന രംഗം. അത് ദീപക് സാർ കണ്ടു. ഞങ്ങൾ പറഞ്ഞപ്പോൾ
അപ്പോൾ ഞാൻ അത് പോട്ടെ, നമുക്ക് ഇയാളെ രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് നമുക്ക് അവിടെ പോകാൻ യാതൊരു 200 മീറ്റർ 300 മീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന് ഞങ്ങൾ കാണുന്ന ഇയാൾ ചളി കിടക്കുന്നത്. അത് അവിടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂൾ പറ്റ പോയിക്കുക. അവിടെ സ്കൂളിൻ്റെ ഒരു സ്റ്റേജ് മാത്രമേ അവിടെ ഉള്ളൂ. ആ LP സ്കൂൾ അങ്ങനെ തോന്നുന്നു. ആ സ്കൂളിൻ്റെ അവിടെ ഈ ചളിയിൽ നിൽക്കുന്ന ആൾ കൈകൊണ്ട് 2-3 വട്ടം ഇങ്ങനെ ആക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച ചളിയിൽ പൂണ്ട് പോയതായിരിക്കാം എന്നാണ് വിചാരിച്ചത്. അതൊരു മണിക്കൂർ ഞങ്ങൾ ഇടപെട്ട് ഈ പുഴ മുറിച്ചപ്പുറം കിടക്കാൻ. അപ്പോഴേക്ക് പിന്നെ എന്നെ കുറേ ആൾക്കാർ തടഞ്ഞു. ഞാൻ വെള്ളത്തിൻ്റെ പകുതി വരെ ഞാൻ നടന്നു പോയി. ഞാനും പിന്നെ ഈ കൽപ്പറ്റുള്ള 2 ആൾക്കാരുണ്ട്. അവരെന്നെ തടഞ്ഞ ആൾ പോയപ്പം പിന്നെ ഫയർഫോഴ്സുകാരും മറ്റേ ഫോറസ്റ്റിലെ എനിക്കറിയാം, അവർക്ക് ഞാൻ നമ്പറും കാര്യമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു കടക്കല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ജീവൻ്റെ വില ഞങ്ങൾക്ക് അത്രയും സഹിക്കാൻ കഴിയാണ്ടായപ്പോൾ ഞാൻ എൻ്റെ തോളിൽ ഒരു അപ്പുറത്തെ ആളെ വിളിച്ചൊരു കമ്പിട്ട് കൊടുത്തിട്ട് എൻ്റെ തോളിൽ കൂടി 2-3 മിലിറ്ററിക്കാരെ ഞാൻ തോളിൽ പിടിച്ചിട്ട് കമ്പ പിടിച്ച് വലിച്ചിട്ട് അവരെ ഈ കയറ് പിടിച്ച് അപ്പുറം കടന്നതിന് ശേഷം അവർ കമ്പയൊക്കെ ഞങ്ങൾ കഴുങ്ങ് മുറിച്ച് ഇപ്പുറത്ത് ഒരു കൈങ്ങ് മുറിച്ചുകൊണ്ട് വന്നു സാറ് എല്ലാവരും കൂടി പോയിട്ട് ആ കൈങ്ങ് കൂടി അപ്പുറം കടന്ന് ഇയാളെ രക്ഷപ്പെടുത്തി ഈ ചളി കൂടി നേരിപ്പോൾ രക്ഷപ്പെടുത്തി. അപ്പോഴേക്ക് കുറേ ആളുകളൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കുറഞ്ഞു. ആളുകൾ വന്ന് ഞങ്ങൾ കടത്തിയതിന് ശേഷം ഞങ്ങൾ റിസോർട്ട് വരെ പോയി. അപ്പോഴേക്ക് ദീപക് സാറൊക്കെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. അവരെയും ഞങ്ങൾ സേഫ്റ്റിയാക്കി. അവിടുന്ന് 3 ബോഡികൾ കിട്ടി. ആ ബോഡികളൊക്കെ ഞങ്ങൾ റോഡിൻ്റെ മറുവശത്ത് ഈ മുണ്ടക്കൈ ഭാഗത്ത് സ്കൂളിൻ്റെ അടുത്തുള്ള റോഡിലേക്ക് മാറ്റിക്കെടുത്തിയതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് പാതകമായ ആദ്യത്തെ തെരച്ചിൽ ഞാൻ തന്നെ 8-9 ബോഡികൾ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത്രയും ഭയാനകമായ അവസ്ഥയിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം കെട്ടി ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ആളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കാപ്പിത്തോട്ടത്തിൽ കൂടി ആംബുലൻസ് കയറ്റിയ ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അതായത് ഒരു 2:30-3 മണിയോടെ കൂടി ഞങ്ങൾക്ക് പിന്നെ ഒരു ഭക്ഷണവും കാര്യവും ഞങ്ങൾ കഴിച്ചു. ഈ വയനാടുകാരൻ തന്നെയാണോ? അല്ലല്ല, ഞാൻ കോഴിക്കോട് നടുവണ്ണൂരാണ്. ശരി.